പരിശുദ്ധ ബാവ തിരുമേനി ആദ്യം ഒരു വിദ്യാർത്ഥിയായിട്ടും അതിനുശേഷം ഒരു വൈദികനായിട്ടും അതിനുശേഷം ഒരു മെത്രാപ്പോലിത്തയായിട്ടും ഇപ്പം കാതോലിക്ക ബാവയായിട്ടും റോമിലും റഷ്യയിലുമായിട്ട് പലവിധമായിട്ടുള്ള ബന്ധങ്ങളും പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. പരിശുദ്ധ സഭയ്ക്ക് ഇനി അങ്ങോട്ടുള്ള എക്യൂമെനിക്കൽ ബന്ധത്തിനെക്കുറിച്ചും അതിൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ചും പരിശുദ്ധ ബാവ തിരുമേനി ഒന്ന് വിവരിക്കാം. ഈ രണ്ട് വിഭാഗങ്ങളും, അതായത് ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും ഇപ്പോൾ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുമായി കുർബാന ഐക്യമുള്ള സഭകളല്ല. അതുകൊണ്ട് കുർബാന ഐക്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെയാണ് സഭയുടെ ഐക്യം ഉണ്ടാകുന്നത്. അതനുസരിച്ച് ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭയും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളും തമ്മിൽ കുർബാന ഐക്യത്തിന് തടസ്സമായിരുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അതിന് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭ അവരുമായി കമ്മ്യൂണിയനായി വരുന്നതിന് ഇപ്പോൾ സർവാത്മന തയ്യാറാണ്. എന്നാൽ ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭയ്ക്ക് അവരുടെ ഒരു എക്യൂമെനിക്കൽ മീറ്റിംഗ് കൂടിയിട്ട് മാത്രമേ അത് തീരുമാനിക്കാൻ ഒക്കൂ. അവരുടെ സഭകളുടെ എല്ലാം കൂടെ. അത് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിൽ 6 എണ്ണമേ ഉള്ളെങ്കിൽ അത് വളരെ കൂടുതലുണ്ട്. അപ്പോൾ അവർക്ക് ഒരുമിച്ച് ചേർന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കാലതാമസമാണ് ഇവിടെ കാണുന്നത്. എന്നാൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായിട്ടും ബർത്തലോമിയോ പാത്രികീസുമായിട്ടും ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളും ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭകളും തമ്മിലുള്ള കമ്മ്യൂണിയനിലേക്ക് വരാനുള്ളതായ മാർഗം എന്താണ്, ആ തടസ്സം മാറ്റി കിട്ടാനായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കത്തോലിക്ക സഭയുമായിട്ടും റോമൻ കത്തോലിക്ക സഭയുമായിട്ടും നമ്മുടെ ഡയലോഗുകൾ നടക്കുന്നുണ്ട്. കുറേ ഏറെ കാര്യങ്ങളിൽ നമുക്ക് യോജിപ്പ് മേഖല കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും യോജിപ്പ് കണ്ടെത്താൻ സാധിക്കാത്ത പല മേഖലകളുണ്ട്. ആ മേഖലകൾ വേദശാസ്ത്രപരമായും അതുപോലെ സഭാശാസ്ത്രപരമായും ഒക്കെ ഉള്ള ചില കാര്യങ്ങളാണ്. അതിൻ്റെയും ഡയലോഗുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് പുരോഗമിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ കത്തോലിക്ക സഭയുമായുള്ള ഔദ്യോഗിക ഡയലോഗ് എന്ന് പറയുന്നത് ഒരു 1970 ശേഷമാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നോക്കണം, യഥാർത്ഥത്തിൽ ഒരു 5-8 നൂറ്റാണ്ട് അകന്ന് നിന്ന ഒരു അനുഭവമാണ്. ആ അനുഭവം നമുക്ക് 10-20 എന്നല്ലേ 50 വർഷം കൊണ്ട് തീരില്ല. ഇപ്പോൾ ആ ഡയലോഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 30 വർഷത്തിൽ കൂടുതലായിട്ടില്ല. പക്ഷേ കുറേ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഹർഡിൽസ് എല്ലാം മാറിക്കിട്ടും. കത്തോലിക്ക സഭയുമായിട്ടും നമുക്ക് ഒരു കമ്മ്യൂണിയനിലേക്ക് വരാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിചാരം. അതിനുള്ളതായ തടസ്സങ്ങൾ മാറിക്കിട്ടാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചില സത്യങ്ങളും ഒക്കെ മിഥ്യകളും തിരിച്ചറിയണം. ചില തെറ്റിദ്ധാരണകളും ധാരണകളും ഒക്കെ അറിയാനുണ്ട്. അതെല്ലാം ഇന്ന് അതറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കത്തോലിക്ക സഭ ഒരിക്കലും കൂനം കുരിശു സത്യത്തെക്കുറിച്ച് അന്ന് അതിനെക്കുറിച്ച് പറഞ്ഞതായ സമയത്ത് അന്ന് കത്തോലിക്ക സഭയുടെ നിലപാട് ഈ ഡയാംബർസിനോട് നടത്തിയതും കൂനം കുരിശു സത്യത്തിലേക്ക് നമ്മളെ വഴിതെളിച്ചതുമായ കാര്യങ്ങളിൽ ഇന്ന് കത്തോലിക്ക സഭ പശ്ചാത്തപിക്കുന്നുണ്ട്. അത് ചെയ്യരുതായിരുന്നു എന്ന്. പക്ഷേ അത് അന്ന് ചെയ്തു. അങ്ങനെ സഭകൾക്ക് വിഘടനമുണ്ടായി. ഇന്ന് അതിൽ നിന്ന് മാറി ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു പാരമ്പര്യത്തിലേക്ക് കത്തോലിക്ക സഭ ഇവിടെയുള്ള ഒരു പ്രത്യേകമായി നീങ്ങുന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആഗോളമായി കുറേ കൂടെ ഒരു ധാരണയിൽ വരാൻ സാധിച്ചാൽ നമുക്ക് എക്യൂമെനിക്കലായുള്ള റിലേഷൻസ് വർദ്ധിപ്പിക്കാനും സഭയുടെ ഐക്യം പൂർണ്ണമാകുവാനും സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിചാരം. അതിന് കുറച്ചുകൂടെ നാളെടുക്കും. എളുപ്പമായി തീരുകയില്ല. കാരണം അനേക നൂറ്റാണ്ടുകൾ മാറി നിന്നതാണ്.
അതെ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭയുമായി മാറി നിന്നിട്ട് ഏതാണ്ട് 15 നൂറ്റാണ്ടായി. പിന്നെ 451 കൽക്കിദോൻ സുന്നതോസ് മുതൽ മാറി നിന്നത്. അപ്പോൾ കൽക്കിദോൻ സുന്നതോസിന് ശേഷം, അതായത് 15-16 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ഇത്. അപ്പോൾ 16 നൂറ്റാണ്ടുകളുടെ വിഭജനം 30 വർഷം കൊണ്ട് തീർക്കാനായിട്ട് ഒക്കുകയില്ല. അതുകൊണ്ട് കുറേ വർഷങ്ങൾ കൂടെ എടുത്താൽ അതിൻ്റെ ഒരു പരിസമാപ്തിയിൽ ചെന്നെത്താൻ സാധിക്കുമെന്നുള്ള ഒരു വിചാരമാണ് എനിക്കുള്ളത്. ശരി. അപ്പം ആഗോള ക്രൈസ്തവ ഐക്യത്തിന് പരിശുദ്ധ ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകുവാൻ സാധിക്കുന്നത് എന്താണ്? ആഗോള ക്രൈസ്തവ സഭയ്ക്ക് ഓർത്തഡോക്സ് സഭ, മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാർത്ഥന നടത്തുന്നു. നമ്മളെക്കൊണ്ട് കഴിയാവുന്നതായ മേഖലകൾ, കഴിയാവുന്നതായ ചർച്ച് ഹെഡ്സിനെയൊക്കെ കണ്ട് ഇതിനുള്ള സാധ്യത ആരായുന്നുണ്ട്. അതിനുള്ളതായിരിക്കുന്ന പ്രൊമോഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നത് ചെയ്യുന്നുണ്ട്. ആ ഒരു ശ്രമത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി. അപ്പം ആ ഒരു ശ്രമത്തിന് നേതൃത്വം നൽകാൻ കർത്താവ് തിരുമേനിയെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി.